വെൽക്കം ബാക്ക് ടു ഐഡിയൽ ടെക് മാസ്റ്റർ. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു കിടിലൻ വീഡിയോ ആണ്. അതായത് നമ്മൾ ഇന്ന് വരെ കണ്ട് ശീലിച്ച മെഷീനുകളിൽ, അതായത് നമ്മുടെ തേങ്ങ പൊതിക്കുന്ന മെഷീനുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കിടിലൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ഇന്ന് വരെ കണ്ട് ശീലിച്ച മെഷീനുകളൊക്കെ പറഞ്ഞാൽ കൈകൾ കൊണ്ട് വളരെ ആയാസപ്പെട്ട് പൊതിക്കുന്ന മെഷീനുകളായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാകുക. എന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കാലുകൾ കൊണ്ട് വളരെ നിസാരമായിട്ട്, അതായത് എത്ര ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിലും വളരെ നിസാരമായിട്ട് പൊതിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ മെഷീനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ എന്നും പറയുന്ന പോലെ വീണ്ടും പറയുകയാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1.25 ഇഞ്ചിൻ്റെ പൈപ്പാണ്. അപ്പം ഈ പൈപ്പ് നമ്മുടെ കറക്റ്റ് അളവിൽ നമുക്ക് ഒന്ന് മുറിച്ചെടുക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ പൈപ്പിൽ നമ്മളൊരു 10 സെൻറ്റിമീറ്ററിൽ വെച്ചിട്ട് നമ്മളൊരു 4 പീസ് നമുക്ക് മുറിച്ചെടുക്കണം. പത്ത് സെൻറ്റിമീറ്റർ 4 പീസ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട 80 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പീസാണ്. അപ്പോൾ 80 സെൻറ്റിമീറ്റർ പീസ് മുറിച്ചെടുത്തു. ഇനി നമുക്ക് വേണ്ട 20 സെൻറ്റിമീറ്ററിൻ്റെ 2 പീസും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഫ്രെയിം ഉണ്ടാക്കാനുള്ള എല്ലാ പീസും നമ്മളിതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഈ 80 സെൻറ്റിമീറ്റർ മുറിച്ചെടുത്തിരിക്കുന്ന ഈ ഒരു പീസിൻ്റെ രണ്ടറ്റത്തായിട്ട്, അതായത് 20 സെൻറ്റിമീറ്റർ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഈ 2 പീസുണ്ട്, ഇത് നമുക്ക് വെൽഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 80 സെൻറ്റിമീറ്ററിൻ്റെ ഈ ഒരു പൈപ്പിൻ്റെ അറ്റത്തായിട്ട് ഈ ഒരു പീസ് 20 സെൻറ്റിമീറ്റർ മുറിച്ചിരിക്കുന്ന പൈപ്പ് ഈക്വലായിട്ട് 2 സൈഡിലേക്ക് ഈക്വലായിട്ട് വരുന്നൊക്കെ രീതിയിൽ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് വേണം നമുക്ക് ഇത് വെൽഡ് ചെയ്ത് കൊടുക്കാൻ. 20 സെൻറ്റിമീറ്ററിൻ്റെ 2 പീസ് നമ്മൾ രണ്ടറ്റത്തായിട്ട് നമ്മൾ വെൽഡ് ചെയ്തെടുത്ത്, ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്നത്, അതായത് 10 സെൻറ്റിമീറ്റർ നമ്മൾ മുറിച്ചിരിക്കുന്ന ഈ ഒരു പീസുകൾ നമ്മുടെ ഇതിൻ്റെ ഈ സൈഡിലായിട്ട്, അതായത് ഇതുപോലെ നമ്മൾ കാലുകളായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ സപ്പോർട്ടിങ് കാലുകളും നമ്മുടെ ഫ്രെയിമിൽ നമ്മളിപ്പോൾ വെൽഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രെയിമിൻ്റെ ബേസ്മെൻറ്റിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്, ഈ ഒരു ഷേപ്പിലായി. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താ വെച്ചാൽ, നമ്മുടെ ഈ ഒരു ഫ്രെയിമിൽ നമുക്കൊരു പാറ നമുക്ക് സെറ്റ് ചെയ്യണ്ട. ഏകദേശം ഒരു സെൻറ്ററായിട്ട് നമുക്കൊരു പാറ സെറ്റ് ചെയ്യണം. അതേപോലെ ഈ ഒരു എൻഡിലായിട്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെയർ സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ പാറ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത് നമ്മളൊരു മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു മെക്കാനിസം കൂടി നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ട. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു വർക്കാണ്. അപ്പോൾ നമ്മൾ പാറ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു 55-60 സെൻറ്റിമീറ്ററിൽ ഒരു പീസും, അതേപോലെ തന്നെ നമ്മുടെ ചെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 35 സെൻറ്റിമീറ്ററിൽ ഒരു പീസും നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. 2 പീസുകൾ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ മുറിച്ചെടുത്ത പീസുകളിൽ ഏകദേശം ഉയരം കൂടി, അതായത് 55 സെൻറ്റിമീറ്ററിൽ മുറിച്ചെടുത്ത ഈ ഒരു പീസ് നമ്മുടെ ഫ്രെയിമിൻ്റെ ഏകദേശം ഒരു 1/4 ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ പീസ്, അതായത് 35 സെൻറ്റിമീറ്റർ മുറിച്ചെടുത്ത പീസ് നമ്മളിവിടെ നമ്മുടെ സീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഈ ഒരു ഭാഗത്ത് നിന്ന് 10 സെൻറ്റിമീറ്റർ വിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ വെൽഡ് ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ 2 കാലുകൾ, അതായത് നമ്മുടെ സീറ്റും അതുപോലെ നമ്മുടെ പാറ സെറ്റ് ചെയ്യാനുള്ള കാലും നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ പാറയുടെ അടിഭാഗത്തു നിന്നായിട്ട്, അതായത് നമ്മൾ ഇതിൻ്റെ മെക്കാനിസം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പീസ്, അതായത് 20 സെൻറ്റിമീറ്റർ നമ്മളൊരു പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു പീസ് നമ്മുടെ ഈ പാറയുടെ കറക്റ്റായിട്ട്, അതായത് ചോട്ടിലായിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വെൽഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു 15 സെൻറ്റിമീറ്ററിൻ്റെ പീസ് നമ്മളിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പീസിൻ്റെ ഈ ഒരു എൻഡ് ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ഭാഗം താഴോട്ടിറങ്ങി കാല് പോലെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും കുറച്ച് ഭാഗം മേളിലേക്ക്, അതായത് 5 സെൻറ്റിമീറ്റർ മേളിലേക്ക് വെക്കുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ വെൽഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത ഫ്രെയിമിൻ്റെ വർക്ക് ഏകദേശം നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇതിനൊരു ഗിയർ സിസ്റ്റം നമുക്ക് സെറ്റ് ചെയ്യാണ്ട്, ആ ഒരു ഗിയർ സിസ്റ്റം വർക്കാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ വെച്ചാൽ നമ്മൾ ഗിയർ സിസ്റ്റം ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പഴയ സൈക്കിളിൻ്റെ ഒരു പെഡലിൻ്റെ ഭാഗമാണ്. അതായത് ഒരു സൈഡിൽ നമ്മൾ ഊരി കളഞ്ഞു, ബാക്കി ഒരു സൈഡിൽ നമ്മുടെ ഈ ഒരു പെഡൽ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു പെഡൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഗിയർ സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ ഒരു കാലിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ സൈക്കിളിൻ്റെ ഈ പെഡൽ നമ്മളിത് ഇറക്കി വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ഈ ഒരു ഫ്ലൈ വീലിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ഊരി മാറ്റുകയാണ്. അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു പീസ് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ട ഇതുപോലത്തെ ഒരു പാരയുടെ നാക്കാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് എടുത്തിരിക്കുന്ന ഒരു പഴയ ഒരു പാരയുടെ നാക്ക് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതുമ്പോൾ നമുക്ക് അല്ലറ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്, ഒന്ന് വെൽഡ് ചെയ്തൊന്ന് റെഡിയാക്കി എടുക്കാണ്ട്, കാരണം അത് പഴയതായതുകൊണ്ട് ഒന്ന് ബലപ്പെടുത്തി എടുക്കാണ്ട്. അപ്പോൾ ഈ ഒരു സാധനമാണ് നമ്മളിവിടെ പാരയായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഫ്രെയിമിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ ഇതുപോലെ പാരയായിട്ട് നമ്മളിവിടെ വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പോകണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വെച്ചാൽ, നമ്മുടെ ഈ ലിവർ, അതായത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന പാരയുടെ ലിവറിന് കുറച്ച് നീളം കുറവായതുകൊണ്ട് നമ്മൾ ഈ ലിവറിൻ്റെ നീളം കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന 3/4 ഇഞ്ചിൻ്റെ പട്ടയാണ്. അപ്പോൾ ഈ ഒരു പട്ട വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ നീളം കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റാഡ് നമ്മൾ വെൽഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഏകദേശം 1 അടി നീളത്തിൽ നമ്മളൊരു 3/4 ഇഞ്ചിൻ്റെ പട്ടയം എടുത്തതിന് ശേഷം അതിൽ 2 അറ്റത്തും നമ്മൾ ഹോളുകൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഈ ഹോളുകൾ ഇട്ടെടുത്ത ഈ പട്ട നമ്മൾ എന്ത് ചെയ്യണം, ഈ റാഡുമായിട്ട് നമ്മൾ ഇതുപോലെ നട്ടും ബോൾട്ടും ഇട്ടിട്ട് കണക്ട് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ ഏകദേശം ഒരു 9 ഇഞ്ചോളം നീളത്തിലുള്ളൊരു പട്ടയുടെ പീസും എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരറ്റത്ത് നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്, മറ്റേ അറ്റം നമ്മൾ ഫ്രീ ആക്കിയിട്ടുണ്ട്. ഈ പട്ട നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ 2ാമത്തെ പട്ടയുടെ ഹോളിലേക്ക് നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്ത് വെക്കുകയാണ്.
ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ പട്ടയുടെ മൂന്നാമത്തെ പീസിൻ്റെ ഈ എൻഡ് കൊണ്ടിട്ട് നമ്മുടെ ഈ ഫ്ലൈ വീലിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ പീസിൻ്റെ ഈ ഒരു അറ്റം നമ്മൾ നട്ടും ബോൾട്ടിലും അല്ല ടൈറ്റ് ചെയ്യുന്നത്, നമ്മൾ വെൽഡ് ചെയ്താണ് വെക്കുന്നത്. അതായത് സ്ട്രെങ്ത് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ വെൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം നമ്മുടെ ഫ്ലൈ വീൽ കറങ്ങുമ്പോൾ എന്താണ് നമുക്ക് ഇവിടെ സംഭവിക്കാൻ പോണതെന്ന്. അപ്പോൾ നമ്മുടെ ഫ്ലൈ വീലിൽ നമ്മളിത് കൈവച്ചു മെല്ലെ നമുക്ക് താഴേക്ക് അമർത്തുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി നമ്മുടെ പാരയുടെ നാക്ക് അതായത് പുറത്തേക്ക് മലച്ചു വരുന്നതായിട്ട് കാണാം. ഇനി നമുക്കൊരു ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാണ്ട് വേറൊന്നുമല്ല, നമ്മുടെ ഈ ഒരു പെഡലിൻ്റെ നീളം നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പോവാണ്. അതായത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റുകയാണ്. കാരണം നമുക്ക് വലതുകാലാണ് കൂടുതൽ കംഫർട്ട് എന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ വലതുവശത്തേക്ക് മാറ്റാൻ പോവാണ്. ഇനി ആ ഒരു വർക്ക് കൂടിയാണ് നമ്മുടെ ഈ ഒരു മെക്കാനിസത്തിലുള്ളത്. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇരിക്കുന്ന പെഡൽ നമ്മൾ ഒന്ന് മുറിച്ച് മാറ്റുകയാണ്. അതായത് ഈ ചവിട്ടുന്ന ഭാഗം മുറിച്ച് മാറ്റിയിട്ട് നമ്മൾ വേറൊരു എക്സ്ട്രാ പീസ് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ നീളം കൂട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ നമ്മൾ ഈ ചവിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്ന ഈ ലിവറിൻ്റെ അറ്റത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ ഈ സൈക്കിളിൻ്റെ പെഡൽ എൻ്റെ നമ്മുടെ ഫൂട്ട് വെക്കുന്ന ആ ഒരു ഭാഗം കൂടി നമ്മൾ വെൽഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്രെയിമിൽ നമുക്കൊരു സീറ്റ് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ സീറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ആ പീസ് എടുത്തിട്ട് നമ്മുടെ ഈ ഇരിക്കുന്ന സീറ്റിന് വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഒരു പീസിൽ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് വെൽഡ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിവിടെ സീറ്റായിട്ട് വെക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു ഫ്ലൈവുഡിൻ്റെ പീസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈക്കിളിൻ്റെ സീറ്റോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന കളിപ്പാട്ടകൾ ഉപയോഗിക്കുന്ന സൈക്കിളിൻ്റെ സീറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് വേണമെങ്കിൽ ഇത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഈ നമ്മുടെ ലിവറിൽ അതായത് റിട്ടേൺ ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചെറിയൊരു സ്പ്രിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കാലുകൊണ്ട് തേങ്ങ പതിക്കുന്ന ആ യന്ത്രത്തിൻ്റെ വർക്ക് പതിയെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെറിയൊരു വർക്ക് കൂടി ബാക്കിയുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം, അതുപോലെ നല്ല അടിപൊളിയായിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഒരു വർക്ക് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ മിഷീൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചെയ്യാനുള്ള നമ്മൾ ഈ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തേങ്ങ ഒന്ന് പൊതിച്ച് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ വെച്ചെന്താണെങ്കിലും നടക്കില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ലൊക്കേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ തന്നെ നമ്മുടെ മെഷീനത്തെ നമ്മൾ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ഓളോബിക്സിൻ്റെ കട്ട വെച്ചിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമുക്കൊരു കറക്റ്റ് ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മളൊരു തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങ നമുക്കൊന്ന് പൊതിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ തേങ്ങ പൊതിയുന്നുണ്ട്. അപ്പം നമ്മുടെ മെഷീൻ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ പൊതിച്ച് നോക്കിയപ്പോഴാണ് നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. അതായത് നമ്മുടെ പാരയുടെ നാക്ക് വളരെ തേഞ്ഞ് തീർന്ന് ചെറുതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊണ്ട് പൊളിഞ്ഞു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ചെറിയൊരു പീസ് വെച്ചിട്ട് ഇതിൻ്റെ നാക്കിൻ്റെ നീളം നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടി പൊതിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ മെഷീനത്തെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല കിടിലനായിട്ട് നമുക്ക് പൊതിച്ച് കിട്ടുന്നുണ്ട്. ആർക്കും വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്കിതുപോലെ പൊളിച്ചെടുക്കാം. അപ്പോൾ അതേ ഫസ്റ്റത്തെ തേങ്ങ നമ്മൾ പൊളിച്ചെടുത്തേക്കാണ്. വളരെ സിമ്പിളായിട്ട് ആർക്കാണെങ്കിലും ഒരു ചെറിയ കുട്ടിക്ക് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ പൊളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ തേങ്ങ പൊതിക്കാൻ പോകാന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർ 10-15 തേങ്ങ കൊണ്ടു തന്നിട്ടുണ്ട്. ഒരു മാസത്തേക്കുള്ള തേങ്ങ വയ്ക്കാറ് നമുക്ക് ഇന്ന് തന്നെ പൊതിച്ചിടേണ്ടി വരും. ഹേയ്, സംഭവം വളരെ സിമ്പിളാട്ടോ. സംഭവം നമ്മൾ വിചാരിച്ച പോലെയല്ല, വളരെ സിമ്പിളാണ്. ഈസിയായിട്ട് നമ്മുടെ സാധാരണ പാലിൽ പൊതിക്കുന്നതിനേക്കാളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്കിതുമേ പൊതിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത പാര 100% സക്സസ് ആണ്. അതായത് ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് പൊളിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണിപ്പോൾ. അതായത് വളരെ സിമ്പിളായിട്ട് ഇരുന്നുകൊണ്ട്, അതായത് നമുക്ക് മറ്റേതുപോലെ ചവിട്ടി പിടിച്ച് ഒരു കാലം കൊണ്ട് ചവിട്ടി പിടിച്ചൊക്കെയാണ് നമ്മൾ മറ്റ് പാരകളിൽ തേങ്ങ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിരുന്നുകൊണ്ട് നമുക്ക് ഇരുന്നുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു ഒറ്റ ചവിട്ടിൽ ഈ ഒരു ആക്ഷനിലൂടെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് തേങ്ങകൾ പൊളിച്ചെടുക്കാൻ പറ്റും.
അപ്പോൾ ഈ ഒരു മെഷീനിൽ തേങ്ങ പൊതിച്ചപ്പോൾ നിങ്ങൾ പലർക്കും തോന്നിയിട്ടും ഇതിലും സിമ്പിളായിട്ട് മറ്റു മെഷീനിൽ നമുക്ക് പൊളിച്ചെടുത്തുകൂടെയെന്ന്. നമ്മളിപ്പോൾ ചെയ്തതിൽ തന്നെ നമ്മൾ പറയും നമ്മളും ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മെഷീൻ ഉപയോഗിക്കുന്നത്. അതായത് സ്വാഭാവികമായിട്ട് നമ്മൾ കൈകൊണ്ടാണ് ഇതുവരെ ചെയ്തിരുന്നെങ്കിൽ ഇപ്രാവശ്യം കാലുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു ഡിലേ ആണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത്. പിന്നെ ഈ ഒരു മെഷീൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മറ്റു രീതിയിൽ നമ്മൾ പ്രൊഫഷണലായിട്ടൊക്കെ തേങ്ങ ഒതിക്കുന്ന ആളുകൾക്ക് ഒരേ സമയം അതായത് മണിക്കൂർ കണക്കിന് നേരം കുനിഞ്ഞ് നിൽക്കേണ്ടതായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നടുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു മെഷീനിൽ നമ്മൾ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നതായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വിഷയം നമുക്ക് വരുന്നതേ ഇല്ല. അതാണ് ഈ ഒരു പാരയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ എല്ലാ മച്ചന്മാർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കുക. നമ്മുടെ വീഡിയോസിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നോടം വരെ